നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 നാൾ മാത്രം ബാക്കി നിൽക്കെ നാടിളക്കി പ്രചാരണത്തിന് സർവ്വസന്നാഹങ്ങളുമായി 3 മുന്നണികളും. NDA ക്യാമ്പിന് ആവേശം പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UDF പ്രചാരണത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലേക്ക് വരികയാണ്. സ്വന്തം മണ്ഡലമായ കണ്ണൂരിലെ ധർമ്മടത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പര്യടനം. തിരുവനന്തപുരത്ത് ഷെവീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഷെവീദ്, ചിത്രം മാറുകയാണ്. ഇനി അടുത്ത 3 ദിവസങ്ങൾ നാടും കാടും ഇളക്കിയുള്ള പ്രചാരണ പരിപാടികൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം നമ്മുടെ TV അവതാരകരും 24 അവതാരകരും കൂടി 140 മണ്ഡലങ്ങളിലേക്ക് സർവ്വസന്നാഹങ്ങളുമായി എത്തുന്നു. പറയൂ ഷെവീദ്. ഗുഡ് മോർണിംഗ്. ഉറപ്പായിട്ടും, കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, അതായത് വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, 3 മുന്നണികളും ഇതിനോടകം തന്നെ കേരളത്തിൽ ഇളക്കി മറിച്ചുള്ള പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്നും ദേശീയ നേതാക്കളുടെ ഒരു നീണ്ട നിര കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലേറ്റവും പ്രധാനം, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രവുമല്ല, അദ്ദേഹം ഇന്ന് ഉച്ച കഴിഞ്ഞ് 2:30-2:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. ശേഷം അദ്ദേഹം ചങ്ങനാശ്ശേരി NSS കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങും. വൈകിട്ട് 4 മണിക്കാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം നടക്കുക. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കിള്ളിപ്പാലം മുതൽ കരമന ജംഗ്ഷൻ വരെ, ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ റോഡ് ഷോ ഇത് മാറുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ ഇത് ഏത് മണ്ഡലങ്ങളിലാണെന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. കാരണം BJP ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് പ്രതീക്ഷ വയ്ക്കുന്നവരുടെ വിജയ സാധ്യത അവർ കണക്കാക്കുന്ന ഏറ്റവും വലിയ മണ്ഡലമാണ് നേമം. ആ നേമം മണ്ഡലം, അതേപോലെ തന്നെ ഈ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, ഈ 4 മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള ഈ സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിനോടകം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഇന്ന് മധ്യ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ നടക്കുക. അദ്ദേഹം ആലപ്പുഴയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. കൂടാതെ കട്ടപ്പനയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. കൂടാതെ കുന്നത്തുനാട്, പട്ടിമറ്റം കുന്നത്തുനാട്ടെ പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ കൂടി കേരളത്തിലേക്ക് എത്തി കളം പിടിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ, BJPയുടെ കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും ഈ ദിവസങ്ങളിൽ കേരളത്തിലേക്ക് അവസാന ലാപ്പിൽ പ്രചരണത്തിന് വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഇന്ന് കണ്ണൂർ കേന്ദ്രീകരിച്ച്, ധർമ്മടം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രചരണം തുടരും. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ. പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെത്തുന്നതോടെ പ്രചാരണം കൂടുതൽ ശക്തമാകും. മാത്രമല്ല, അവസാന പോരാട്ടത്തിന് മുന്നണികളെല്ലാം കച്ചമുറുക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നാടിടയ്ക്കുള്ള പ്രചാരണത്തിനായിരിക്കും ഇനി അടുത്ത 3 ദിവസങ്ങൾ കേരളത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഈ 3 ദിവസങ്ങളിലെ ചിത്രം, അതിൻ്റെ ചൂടും ചൂരും ചോർന്നു പോകാതെ പ്രേക്ഷകരിലെത്തിക്കാൻ 24ന്റെ അവതാരകർ മുഴുവനും ഇന്ന് 140 മണ്ഡലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ദിവസം കൂടിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് നമ്മുടെ TV അവതാരകർ നേരിട്ട് സംപ്രേഷണം തുടരും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്ന് വരെ നിങ്ങൾ സ്റ്റുഡിയോയിൽ നിന്നുള്ള വാർത്താ അവതരണമൊക്കെയാണ് കണ്ടിരുന്നെങ്കിൽ, മുഴുവൻ ടെലിവിഷൻ അവതാരകരും സ്റ്റുഡിയോ വിട്ട് പുറത്തിറങ്ങി മണ്ഡലങ്ങളിൽ നിന്ന് നേരിട്ട് സംപ്രേഷണം ചെയ്യുന്ന രീതിയായിരിക്കും അടുത്ത 3 ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 24 നാടിൻ്റെ ന്യൂസ് ഡെസ്കായി മാറും. കേരളത്തിൽ ടെലിവിഷൻ രംഗത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുള്ള 24 മറ്റൊരു പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ ടെലിവിഷൻ ടെലികാസ്റ്റ് ഈസ് ടോട്ടലി ഫ്രം ഔട്ട്സൈഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.